മുത്തശ്ശന് വരെ അബിക്ക് പേടിയില്ല എന്നും പറഞ്ഞ് എല്ലാവരും അവനെതിരെ സംസാരിക്കാൻ തുടങ്ങി. അവർക്കെല്ലാം പല്ലവിയുടെ മുത്തശ്ശൻ ദൈവത്തെപ്പോലെയായിരുന്നു. അദ്ദേഹത്തിനെതിരെ ആരും ഇന്നവരെ ഒന്നും സംസാരിച്ചിട്ടില്ലായിരുന്നു. പല്ലവിക്ക് പോലും അപ്പോൾ വിഷമം തോന്നി. അവൾ മനസ്സിൽ പറഞ്ഞു, സതീഷും രമ്യയും വല്ലാതെ പ്രകോപിപ്പിച്ചപ്പോഴാണ് അബി ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷെ ഇതിന്റെയൊക്കെ ഫലം എന്താവുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. പേടിയാവുന്നു. അബി പക്ഷേ എല്ലാവരെയും നിർവികാരതയോടെ നോക്കി. എല്ലാവരും അവനെ ദേഷ്യത്തോടെ നോക്കിയെങ്കിലും അവനെ ഇതൊന്നും ബാധിച്ചില്ല. അവന്റെ കണ്ണിൽ അവൻ പറഞ്ഞതും ചെയ്തതും എല്ലാം ശരിയായിരുന്നു. ചുറ്റും നിൽക്കുന്ന എല്ലാവരെയും അവഗണിച്ചതിനു ശേഷം അബി തന്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെന്ന് പുഞ്ചിരിയോടെ പറഞ്ഞു, നമുക്ക് തിരികെ പോവാം. പല്ലവി വിഷമിച്ചു. അവൾ ആകെ ആശയക്കുഴപ്പത്തിലായി. അവളുടെ കയ്യിൽ നിന്ന് ആ പ്രൊജക്റ്റും അവർ തട്ടിയെടുത്തതിനാൽ പിന്നെ ഓഫീസിൽ തന്നെ നിൽക്കാൻ അവൾക്ക് തോന്നിയില്ല. അവൾ അബിയുടെ കൂടെ പോവാൻ തീരുമാനിച്ചു. രണ്ടുപേരും അവിടുന്ന് പോയതിനു ശേഷം അവിടെയുണ്ടായിരുന്ന എല്ലാവരും പരസ്പരം ഓരോന്ന് പറഞ്ഞു തുടങ്ങി. പിന്നെ മെല്ലെ എല്ലാവരും അവിടുന്ന് പിരിഞ്ഞു. എന്നാൽ സതീഷ് അപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ മനസ്സിൽ പറഞ്ഞു, 2 ദിവസമായി കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയാണ്. ഇതിനെല്ലാം പിന്നിൽ പല്ലവിയും അവളുടെ ഒന്നിനും കൊള്ളാത്ത ഭർത്താവ് അഭിമന്യുവും കാരണമാണ്. എന്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം. എനിക്ക് കിട്ടിയ അടിക്ക് ഞാൻ പ്രതികാരം ചെയ്യും. മറുവശത്ത് പല്ലവി അബിയുടെ ബൈക്കിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു. പല്ലവിക്ക് കുറെ നാളായി അബിയോട് ചില കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. എന്നാൽ ഇത്ര കാലവും അവൾക്കതിന് കഴിഞ്ഞില്ല. ബൈക്കിൽ ഒരുമിച്ച് പോകുമ്പോൾ കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ബൈക്ക് സിഗ്നലിൽ നിർത്തിയപ്പോൾ പല്ലവി അബിയോട് പറഞ്ഞു, അബി. പല്ലവി അവനെ വിളിച്ചു. അപ്പോൾ തന്നെ അവൾക്കെന്തോ പറയാനുണ്ടെന്ന് അബിക്ക് മനസ്സിലായി. അവൻ ബൈക്കിന്റെ റിയർവ്യൂ മിറർ പല്ലവിയെ കാണുന്ന വിധം അഡ്ജസ്റ്റ് ചെയ്തു വെച്ചു. എന്നിട്ട് അതിൽ നോക്കി അവളോട് പറഞ്ഞു, പല്ലവി, നിനക്കെന്നെ വിശ്വാസമുണ്ടോ? പറ. കുറച്ചു ദിവസം മുൻപും അബി തന്നോട് ഇതുപോലെ ചോദിച്ചതാണ് അപ്പോൾ അവൾക്ക് ഓർമ്മ വന്നത്. എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ ചോദിക്കുന്നത് എന്നവൾക്ക് മനസ്സിലായില്ല. എങ്കിലും അവൾ ആത്മാർത്ഥതയോടെ അവനോട് പറഞ്ഞു, എനിക്ക് അബിയെ പൂർണ്ണ വിശ്വാസമാണ്. അത് കേട്ടതും അവന്റെ മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു. അത് കണ്ടപ്പോൾ പല്ലവിയും ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ പല്ലവിയെ നോക്കി അബി പറഞ്ഞു, എങ്കിൽ ഞാൻ നിനക്കൊരു വാക്ക് തരുന്നു. നിന്റെ മുത്തശ്ശൻ തന്നെ ആ പ്രൊജക്റ്റ് നിന്റെ കയ്യിലേക്ക് തിരികെ നൽകും. ഇത് ഞാൻ നിനക്ക് തരുന്ന ഉറപ്പാണ് പല്ലവി. അത് കേട്ട് അവൾ ഞെട്ടി. കാരണം അത് അസാധ്യമായൊരു കാര്യമാണെന്നാണ് അവൾ മനസ്സിലാക്കിയത്. മുത്തശ്ശൻ എപ്പോഴും ഒരു തീരുമാനമെടുക്കുന്നത് ഒരുപാട് ആലോചിച്ചായിരുന്നു. ആ തീരുമാനങ്ങൾ മാറ്റാൻ ഒരിക്കലും അദ്ദേഹം തയ്യാറായിരുന്നില്ല. അത് തന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണെന്ന് അദ്ദേഹം ചിന്തിച്ചു. പല്ലവിക്ക് മുത്തശ്ശനെ നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് അബിയുടെ ഈ വാഗ്ദാനം അവൾക്ക് വിചിത്രമായി തോന്നി. എങ്കിലും അവനെ വിശ്വസിക്കാൻ അവൾ ആഗ്രഹിച്ചു. സിഗ്നൽ തെളിഞ്ഞപ്പോൾ അബി വീണ്ടും ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് രണ്ടുപേരും അവരുടെ വീട്ടിലേക്ക് പോയി. മറുവശത്ത് വലിയൊരു ബാറിന്റെ പ്രൈവറ്റ് മുറിയുടെ വാതിലിൽ സതീഷ് മുട്ടി. അകത്തുനിന്ന് വാതിൽ തുറന്ന ചിലർ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സതീഷ് ഭായ്, നിങ്ങളെന്താണ് ഇവിടെ? സതീഷ് വളരെ ശാന്തമായി അവരോട് പറഞ്ഞു, എനിക്ക് മഹേശ്വർ ഭായിയുടെ ഒരു സഹായം വേണം. പുതിയൊരു ജോലിയാണ്. അത് കേട്ട് അവർ സതീഷിനോട് അകത്തേക്ക് വരാൻ പറഞ്ഞു. അകത്തുപോയി ഇരുന്നതിന് ശേഷം ഒരാൾ ബിയർ കൊണ്ടുവന്ന് അവന്റെ മുന്നിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ബാ എപ്പോ വരും, ഒന്ന് വെയിറ്റ് ചെയ്യൂ. സതീഷ് സമ്മതിച്ചു. അവൻ അവിടെ ഇരുന്ന് മദ്യം കഴിച്ച് തനിക്ക് ലഭിച്ച ഓരോ അടിയെക്കുറിച്ചും ഓർത്തുകൊണ്ടിരുന്നു. എന്നിട്ട് ദേഷ്യത്തോടെ ബിയർ ഗ്ലാസ് ടേബിളിൽ വെച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു, അബി, നിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. എനിക്കേറ്റ അപമാനത്തിന് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും. നിന്നെയും നിന്റെ ഭാര്യയെയും ഞാൻ തെരുവിലിറക്കും. സതീഷ് ബാറിലിരുന്ന് അബിക്കും പല്ലവിക്കുമെതിരെയുള്ള പദ്ധതികൾ മനസ്സിൽ കാണുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരാൾ അവിടേക്ക് കടന്നു വന്നു. ആ ആളെ കണ്ടപ്പോൾ സതീഷ് പേടിച്ചു പെട്ടെന്ന് ചുമയ്ക്കാൻ തുടങ്ങി. അത് അയാളായിരുന്നു. സതീഷ് അവിടെ കാണാൻ വന്ന മഹേശ്വർ. സതീഷ് ഭായ്, നിങ്ങളെന്താണ് ഇവിടെ? എന്തേലും പുതിയ ജോലിയുണ്ടോ? മഹേശ്വർ പറയുന്നത് കേട്ട് സതീഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബായ്, നിങ്ങളെ കാണാൻ വരാൻ എനിക്കെന്തേലും കാരണം വേണോ? എന്തൊക്കെയായി പറയുന്നത്? ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഇനിയിപ്പോ എന്തെങ്കിലും ജോലിക്കാണെങ്കിൽ പോലും എനിക്കിഷ്ടമായാൽ മാത്രമേ ഞാനത് സ്വീകരിക്കൂ എന്ന് നിങ്ങൾക്ക് നന്നായി അറിയാവുന്നല്ലേ. എന്തായാലും ഇപ്പോഴെന്തിനാണ് വന്നതെന്ന് പറയൂ. മഹേശ്വർ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡായ വ്യക്തിയായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ അയാൾ ഒരു വലിയ ബാറിന്റെ ഉടമയായിരുന്നു. പക്ഷെ സത്യത്തിൽ അയാൾ ഒരു വലിയ ഗുണ്ടയാണ്. വൻകിട ബിസിനസ്സുകാരും പണക്കാരുമെല്ലാം അയാളുടെ സഹായം തേടി വരാറുണ്ട്. പക്ഷെ എല്ലാവർക്കും അയാളെ പേടിയായിരുന്നു. സതീഷ് അധിക സമയം കളയാതെ കാര്യത്തിലേക്ക് കടന്നു. ബായ്, ഞാൻ വന്നത് ഒരു ചെറിയ സഹായത്തിന് തന്നെയാണ്. കാര്യമൊന്ന് കേട്ടിട്ട് തീരുമാനിച്ചാൽ മതി. കാര്യം എന്താണെന്ന് വെച്ചാൽ നിനക്കറിയാവുന്ന ആളെപ്പറ്റി തന്നെയാണ്. എന്റെ കസിൻ പല്ലവി. പല്ലവിയുടെ പേര് കേട്ടതും മഹേശ്വരന്റെ കണ്ണുകൾ പെട്ടെന്ന് തിളങ്ങാൻ തുടങ്ങി.
ഇടതു കൈയിൽ പിടിച്ചിരുന്ന സിഗരറ്റ് നിലത്തേക്കെറിഞ്ഞ് സതീഷിനെ സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് മഹേശ്വർ ചോദിച്ചു, നിന്റെ കസിൻ പല്ലവി? അതെ, അവളെപ്പറ്റി തന്നെ, സതീഷ് സ്ഥിരീകരിച്ചു. അപ്പോൾ മഹേശ്വർ ചോദിച്ചു, അവളെപ്പറ്റി ഇപ്പോഴെന്താണ്? അവളുടെ കല്യാണം 3 വർഷം മുമ്പ് കഴിഞ്ഞല്ലേ? ഇപ്പെന്താണ് പുതിയ പ്രശ്നം? അത് പിന്നെ ഞങ്ങളുടെ കമ്പനി ഹിൽവ്യൂ മാൻഷന്റെ പ്രൊജക്ട് ഏറ്റെടുത്ത കാര്യം നീയോ അറിഞ്ഞു കാണുമല്ലോ. ആരാണ് അതിന്റെ പ്രൊജക്ട് ഹെഡ് ആവുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഞാനും പല്ലവിയും തമ്മിലുള്ള പ്രശ്നം. ആ പ്രൊജക്ട് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. അതിന്റെ പേരിൽ ഞാനും അവളും തമ്മിൽ നേരിട്ട് ഒരുപാട് വഴക്ക് കഴിഞ്ഞു. കുറച്ചു ദിവസമായി കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല. മഹേശ്വർ സതീഷ് പറയുന്നത് കേട്ട് സോഫയിൽ അങ്ങനെ ഇരുന്നു. അപ്പോൾ മഹേശ്വർ ചോദിച്ചു, നീ പറയുന്നത് ആ ഹിൽവ്യൂ മാൻഷൻ പ്രൊജക്ടിനെ കുറിച്ചല്ലേ? ആ പ്രൊജക്ടിൽ തിരുവനന്തപുരത്തെ പിള്ളൈ കുടുംബവും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ പിന്നെ ഈ പ്രൊജക്ടിൽ നിന്ന് നിങ്ങൾക്ക് നല്ല പണം ലഭിക്കുമല്ലോ. അതുകൊണ്ട് എനിക്ക് ഈ ജോലിക്ക് 10 ലക്ഷം രൂപ വേണം. ഈ പ്രൊജക്ടിന്റെ ഹെഡ് ആവുന്നതിലൂടെ നിന്റെ കയ്യിൽ അത്യാവശ്യം നല്ലൊരു തുക തന്നെ വരും എന്നെനിക്കറിയാം. അപ്പൊ പിന്നെ 10 ലക്ഷം രൂപയൊക്കെ നിനക്കൊന്നുമല്ലല്ലോ. മഹേശ്വരന്റെ കണ്ണുകളിൽ അത്യാഗ്രഹം തുളുമ്പുന്നുണ്ടായിരുന്നു. അപ്പോൾ സതീഷ് ആലോചിച്ചു, അത്രയും വലിയ തുകയൊക്കെ പിള്ളൈ കുടുംബം ഇതിൽ നിക്ഷേപിച്ചിട്ടുണ്ടാവുമോ? അല്ലെങ്കിലും അവർക്ക് ഇവിടെ വന്ന് പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? പക്ഷേ അവർ വളരെ ശക്തരും സമ്പന്നരുമായൊരു കുടുംബമാണെന്ന് കേട്ടിട്ടുണ്ട്. അവർക്ക് എല്ലായിടത്തും കണക്ഷൻ ഉണ്ടാക്കാനാകും. എന്തായാലും ഇപ്പോൾ എന്ത് വില കൊടുത്തും ഈ പ്രൊജക്റ്റിൽ നിന്ന് പല്ലവിയെ പുറത്താക്കണമെന്ന് മാത്രമാണ് എന്റെ ലക്ഷ്യം. ഇതെല്ലാം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് സതീഷ് മഹേശ്വറിനോട് പറഞ്ഞു, ശരി ബായ്, സമ്മതം, 10 ലക്ഷം രൂപ തരാം. അവന്റെ മറുപടി കേട്ട് മഹേശ്വർ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഓഹോ, അത് തരാൻ നിങ്ങൾ തയ്യാറാണല്ലേ? പിന്നെന്താണ് പ്രശ്നം? ഇനി പറ, ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? പല്ലവി എങ്ങനെ കൈകാര്യം ചെയ്യാം? അത് കേട്ട് സതീഷ് എന്തോ ആലോചിച്ച് ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞു, അതൊക്കെ ബായിയുടെ ഇഷ്ടം. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ കൈകാര്യം ചെയ്യാം. സതീഷിന്റെ സംസാരം കേട്ടപ്പോൾ മഹേശ്വർ ചോദിച്ചു, നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കിഷ്ടമുള്ളതുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? ഞാൻ അവളെ കാര്യമായൊന്ന് കണ്ടാലോ? മഹേശ്വർ ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞു. അപ്പോൾ സതീഷും അത് ഏറ്റുപിടിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. നിനക്കും അവളോടൊരു താല്പര്യം ഉണ്ടായിരുന്നതല്ലേ? അപ്പൊ പിന്നെ ഈ അവസരം നിനക്ക് മുതലെടുക്കാം. പക്ഷെ അതിന്റെ ഒരു വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്യണം. അത് വെച്ചാണ് പിന്നെ എന്റെ കളികൾ. സതീഷിന്റെ ഓരോ വാക്കുകളിലും പൈശാചികത നിറഞ്ഞു നിന്നു. അത് കേട്ടപ്പോൾ മഹേശ്വരനും വല്ലാത്ത ആവേശം തോന്നി. പക്ഷേ പിന്നെ എന്ന് ആലോചിച്ച ശേഷം മഹേശ്വർ ചോദിച്ചു, എന്തേലും കുഴപ്പമുണ്ടാവോ? മഹേശ്വറിന് ഒന്നിനോടും പേടിയില്ലെങ്കിലും ഒരു ജോലിയിലും ഒരു കുഴപ്പവും വരാൻ അയാൾ ആഗ്രഹിച്ചിരുന്നില്ല. സീചന്ദ് കുടുംബം അത്ര ശക്തരൊന്നും അല്ലായിരുന്നെങ്കിലും വലിയ വലിയ ഉദ്യോഗസ്ഥരുമായി അവർക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഈ കുടുംബത്തിലെ മകളുമായി ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ എന്ന് മഹേശ്വർ ഭയന്നു. എന്നാൽ സതീഷ് അയാളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ബായ്, ഇതൊന്നും ആലോചിച്ച് ടെൻഷനാവണ്ട. ഇത് കാരണം ബായ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഞാൻ വാക്കു തരുന്നു. ഞാൻ പ്രത്യേക മിക്സ് ജ്യൂസിൽ കലക്കി അവൾക്ക് കൊടുക്കും. അത് കുടിച്ചാ പിന്നെ പല്ലവി തന്നെ നിന്നെ അവളുടെ അടുത്തേക്ക് വലിച്ചോളും. പിന്നെ കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ നടക്കും. സതീഷിന്റെ വാക്കുകൾ കേട്ടപ്പോൾ മഹേശ്വറിന് സന്തോഷം തോന്നി. അവൻ പറഞ്ഞു, സംഭവമൊക്കെ കൊള്ളാം. പല്ലവി ഇങ്ങനെ കിട്ടുന്നത് എനിക്ക് സന്തോഷം തന്നെയാണ്. പക്ഷെ അവൾക്കൊരു ഭർത്താവുണ്ടല്ലോ, അയാൾ ഇതില് ഇടപെടില്ലേ? സതീഷിന്റെ കണ്ണിൽ അവരുടെ കുടുംബത്തിലെ വളർത്തുനായായിരുന്നു അബി. എപ്പോൾ വേണമെങ്കിലും നിശബ്ദനാവുകയും എപ്പോൾ വേണമെങ്കിലും കുരയ്ക്കുകയും ചെയ്യും. അവനെ ആരും വില കൽപ്പിച്ചിരുന്നില്ല. എങ്കിലും ഇന്നലത്തെ സംഭവത്തോടെ അബിയോട് പ്രതികാരം ചെയ്യണമെന്ന് സതീഷ് മനസ്സിലുറപ്പിച്ചിരുന്നു. അവൻ പറഞ്ഞു, മഹേശ്വർ, അങ്ങനെ വന്നാൽ തന്നെ ഒരു ആൺകുട്ടിയുടെ എല്ലുകൾ തകർക്കുക എന്നത് നിന്നെ സംബന്ധിച്ച് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? അവൻ വന്നാ അപ്പോ അതങ്ങ് തീരുമാനമാക്കിയേക്ക്. സതീഷിന്റെ വാക്കുകൾ കേട്ട് മഹേശ്വർ ചിരിക്കാൻ തുടങ്ങി. എല്ലാം സംസാരിച്ചുറപ്പിച്ചതിന് ശേഷം സതീഷ് ആ പ്രൈവറ്റ് റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. എന്നിട്ട് അവൻ ഫോൺ എടുത്ത് പല്ലവിയെ വിളിച്ചു. കുറച്ചു നേരത്തെ റിങ്ങിന് ശേഷം അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, എന്താണ് കാര്യം? സതീഷാണെന്ന് കണ്ടതും അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. അപ്പോൾ അവൻ നേരെ കാര്യത്തിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, നിനക്ക് അബിയെ ജീവനോടെ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഗോൾഡൻ ക്ലബിലേക്ക് എത്തണം, വേഗം. അതും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.